വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബനാന ബീച്ചിലേക്കാണ്. പക്ഷെ അവിടുന്ന് കുറേ ദൂരമുണ്ട്, 10-20 കിലോമീറ്ററോളം ദൂരമുണ്ട്. അവിടുന്ന് അങ്ങനെ എന്തായാലും ഞങ്ങൾ കുറേ യാത്ര ചെയ്തു. പക്ഷെ അതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചില്ല, ബോറിംഗ് ആവും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റോഡിങ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന ബോറാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് കാണിച്ചില്ല. എന്തായാലും ഞങ്ങളുടെ ബനാന ബീച്ചിന്റെ തൊട്ട് മേളിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും താഴോട്ട് തന്നെയാണ് ബീച്ചിലേക്ക് പോകേണ്ടത്. പക്ഷെ അത്രത്തോളം ദൂരമില്ല കേട്ടോ, അറൌണ്ട് 200 മീറ്റേഴ്സേ ഉള്ളൂ. പക്ഷെ കുത്ത് ഇറക്കാണ് ഇങ്ങനെ താഴോട്ട്. ഇവിടെ ഇങ്ങനെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് താഴേക്ക് പോകണം. ഇത് ഈ വഴിയാണ് താഴേക്ക് പോകേണ്ടത്. ആ കാണുന്നതാണ് ബീച്ച് കേട്ടോ, കാണാം തൊട്ടടുത്ത് തന്നെ. എന്നാലും വഴി ഒരു സുഖമില്ല. ഇതിങ്ങനെ ബീച്ചുകൾ ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളതേ ഉള്ളൂ, അവിടേക്ക് പോകാനുള്ള വഴികളൊന്നും സാധനം. പൊന്നുതേ സ്ലിപ്പായി പോയിട്ടുണ്ട്. അത് ചാടി ചാടി പോവാണ്. പക്ഷെ ഇവിടുന്ന് വീട് കഴിഞ്ഞാൽ പിന്നെ ഒരു അല്പം പോലും ബാക്കി ഉണ്ടാവില്ല. കണ്ടല്ലോ, നല്ല കുത്തിറക്കാണ്. എന്തായാലും ബീച്ച് ഇവിടെയും നല്ല അടിപൊളി ബീച്ചാണെന്ന് തോന്നുന്നത്. നല്ല കാണുന്നുണ്ട് ഇങ്ങനെ ദൂരെന്ന്. എന്തായാലും താഴെപ്പോയിട്ട് കാണിക്കാം. ഇവിടെ നിറച്ച് തെങ്ങാണ് കേട്ടോ. ഇതങ്ങനെ വനമൊന്നുമല്ല, ഒരു ചെറിയൊരു തെങ്ങും തോട്ടമാണ്. കാടുവല്ല തന്നെയാണ്. ഇതാ തേങ്ങയും അരിക്കൊക്കെ വെട്ടിയതിന്റെ ബാലൻസ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട്, ഉണങ്ങി തൊണ്ടൊക്കെ. എന്തായാലും നമ്മൾ ബീച്ചിലെത്തി കേട്ടോ. ഇവിടെ ബീച്ചുകൾക്ക് വളരെ പ്രത്യേകത, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടുത്തെ മരങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ ഉപ്പുകാറ്റടിച്ചിട്ട് മരങ്ങളൊന്നും ചീത്തായിട്ടില്ല. നല്ല മരങ്ങളെല്ലാം നല്ല പച്ചപ്പുണ്ട്. ഒരൊറ്റ ഇല പോലും ഉണങ്ങിയ ഇലയില്ല. നാട്ടിലാണെങ്കിലും മരങ്ങളെല്ലാം ഉണങ്ങിപ്പോവും. ഒരു സാധനം കടൽ തീരത്ത് പിടിക്കില്ലല്ലോ. നല്ല സൂപ്പർ ബീച്ചാണ് കേട്ടോ. ഇവിടുത്തെ വെള്ളത്തിനൊക്കെ വളരെ പ്രത്യേകത. എല്ലാം നല്ല ബ്ലൂ കളറിൽ കിടക്കും. മണലും അതുപോലെ തന്നെ പ്യുവർ വൈറ്റ് ആണ് മണല്. ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഒക്കെ കാണുന്നുണ്ട്. ഒരു ലോക്കൽ റെസ്റ്റോറന്റ് ആണ്. വേറൊന്നും ഭക്ഷണമൊന്നുമില്ല, അവരുടെ ഭക്ഷണമൊക്കെ തന്നെയാണ്. ചെറിയൊരു ബീച്ചാണ് കേട്ടോ. ഇവിടെ ഒരു ബോട്ടിങ്ങിന് ഒരു ബോട്ട് കൂടെ കിടപ്പുണ്ട്. അത് അവരുടെ സെൽഫ് യൂസ് പ്ലസ് കസ്റ്റമേഴ്സിനെ കൊണ്ടുപോകാനുള്ള ബോട്ടാണ് കിടക്കുന്നത്. ഒരു ചെറിയ റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ. ഇതേണ്ട ഈ കാണുന്നതാണ് റെസ്റ്റോറന്റ്. ആൾക്കാരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. തൊട്ട് മേളിൽ കാണുന്നതാണ് റോഡ്. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് താഴത്തേക്കാണ് വന്നത്. ചെറിയ ബീച്ചാ, കൂടുതലൊന്നും കാണാനൊന്നുമില്ല. എന്തായാലും നമ്മൾ കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് ഒക്കെ എടുത്ത് വന്ന് സ്വിമ്മൊക്കെ ചെയ്തിട്ട് എന്തായാലും തിരിച്ചു പോവാ. വരെ വന്നതിന് വേണ്ടിയിട്ട്. അത്ര ഉപ്പില്ല കേട്ടോ ഇവിടുത്തെ വെള്ളത്തിന്. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് നമുക്കറിയില്ല. ഉപ്പില്ല. ഒരു ഡെഡ് സീ ആണ് കിടക്കുകയാണ്. ഇവിടെയും തിരമാലകളൊന്നുമില്ല. അങ്ങനെ ചെറിയ ഇങ്ങനെ വെള്ളം, ചെറിയ തിര, അതായത് ഓളം വെട്ടൽ ഇങ്ങനെ മാത്രമേ ഉള്ളൂ. വേണ്ടാണ് അത്രയ്ക്കേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഡെഡ് സീ പോലെ കിടക്കുക. പക്ഷെ നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങള്. വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു, ബീച്ചൊക്കെ കണ്ട് ഇനി എന്തായാലും ഭക്ഷണം കഴിക്കണം. നല്ല വിശപ്പുണ്ട് കേട്ടോ. ഈവനിങ് ആയി. ഫ്രൂട്ട്സ് കടയിൽ നിർത്തി ഞങ്ങള് ഫ്രൂട്ട്സിന് വിലയൊക്കെ ചോദിച്ച് ഒരു 1-2 ഐറ്റംസ് വാങ്ങിച്ചു. എന്തായാലും മാംഗോ, അങ്ങനെ ലോക്കൽ ഫ്രൂട്ട്സ് വാങ്ങിച്ചു. ആപ്പിളും ഓറഞ്ചും ഒന്നുമല്ല വാങ്ങിച്ചു, മാംഗോ വാങ്ങിച്ചു. ഇവിടെ മാംഗോ ആവശ്യം പോലെ അവൈലബിൾ ആണ്. പക്ഷെ വിലയുണ്ട് കേട്ടോ മാംഗോക്ക്. ഭയങ്കര സ്വീകരണമാണ് ഇവരുടെ എല്ലാം. ഓക്കെ, അടിപൊളിയാണ്. അവർക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ, ഒരക്ഷരം ഇംഗ്ലീഷ് അറിയില്ല. കണ്ടില്ലേ, ഇളനീരിങ്ങനെ തണുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, ഐസിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ജാക്ക് ഫ്രൂട്ട്, അതായത് ചക്കയുണ്ട്, ചക്കേന്റെ വില ചോദിച്ചു. അപ്പൊ അവർക്കൊന്നും പറഞ്ഞുതരാൻ അറിഞ്ഞൂടാ, ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്തതുകൊണ്ട് തന്നെ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊണ്ടുവന്ന് കാണിച്ചിരിക്കുക. നമ്മൾ തിരിച്ചെന്ത് വേണമെന്നുള്ളത് ആ കാൽക്കുലേറ്ററിൽ തിരിച്ചടിച്ചാന്ന് ചോദിച്ചാൽ അവർ തരും. അപ്പൊ 70 റുപ്പീസാണ് പറഞ്ഞ കേട്ടോ ഒരു കിലോയ്ക്ക് ചക്കയ്ക്ക്. ഇപ്പൊ പുള്ളിക്കാരന് ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്തതുകൊണ്ട് ആ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് എന്റെ അടുത്ത് ഇംഗ്ലീഷ് പറയിപ്പിക്കുകയാണ്. കൊച്ചിന് ചെറുതായിട്ട് ഇംഗ്ലീഷ് അറിയാം, അത് പഠിക്കുന്ന കൊച്ചായതുകൊണ്ട് ചെറിയതായിട്ട് അതിന് ഇംഗ്ലീഷ് അറിയാം. അത് 50 ബാത്ത് പറഞ്ഞു കേട്ടോ. എന്തായാലും ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി. എല്ലാ കടയിലും നിർത്തിയത് ചുബായ വില ചോദിച്ചു. അവരൊക്കെ വെൽക്കം പറയാൻ വളരെ സന്തോഷകരമാണ് കേട്ടായിരുന്നു. അടിപൊളി ആൾക്കാർ. എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ വിട്ടു. ഇനി നേരെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അടുത്ത് പോയിട്ട് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിട്ടു. ഇവിടെ എത്തി. ഞങ്ങൾ ഹോട്ടലിന്റെ മുമ്പിൽ തന്നെ ഒരു ലോക്കൽ ബർഗർ കടയുണ്ട് കേട്ടോ. അപ്പൊ അത് അവിടെ ഹലാൽ ഫുഡാണ് എഴുതി വെച്ചിരിക്കുന്നത്. ലമീൻ ബർഗർ, അവിടെ ഹലാൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, കാണാൻ നിങ്ങൾക്ക്. എന്തായാലും ഞങ്ങൾ അവിടെ വന്നു. അപ്പൊ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബീഫ് ബർഗറാണ്. ബീഫ് ബർഗർ ഞങ്ങൾ കഴിച്ചില്ല, വേറൊന്നും കൊണ്ടല്ല. അതൊരു ബീഫ് ബർഗർ എന്ന് പറഞ്ഞാല് ഇതിങ്ങനെ ഇറച്ചി അരച്ച് ഒരു പാക്കറ്റിലാക്കി കൊണ്ടുവിടെ വരുന്നു. പിന്നെ അതിനെ ഇങ്ങനെ ഈ ഇതിൽ വെച്ച് ചൂടാക്കി പരത്തിയെടുക്കുകയാണ് കേട്ടോ. ബർഗറിന്റെ രൂപത്തിൽ പരത്തിയെടുക്കുകയാണ്. അപ്പൊ അത് കാരണം ഞങ്ങൾ കഴിച്ചില്ല. എന്ന് പറഞ്ഞാൽ ബർഗർ ഇറച്ചി കണ്ടപ്പോ നമുക്ക് മടുത്ത്. ഞങ്ങൾ ചിക്കൻ ഓർഡർ ചെയ്ത്. അപ്പം എന്തായാലും ഈ ബർഗർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ ചിക്കൻ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുള്ളൂ. അതുവരെ ഞങ്ങളിവിടെ അയക്കേണ്ടി വരും. അവിടെ ആവശ്യം പോലെ ആൾക്കാരിരുന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വാങ്ങിച്ചു ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാം. കൂടുതൽ അറബ്സ് ആണ് കേട്ടോ. അറബ്സ് ആവശ്യം പോലെ ഉണ്ട് അവിടെ. ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്നത് ഇരിക്കുന്നത് കാണാം. അവിടെ ഇത്
ഒരു റെഗുലർ ഫിക്സഡ് ഷോപ്പ് അല്ല. ഇതിങ്ങനെ ഒരു വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഈവനിങ്ങിൽ വരും. ഇവരിവിടെ അറൌണ്ട് 2 o'clock വരെയൊക്കെ ഉണ്ടാവും. അതുവരെയുള്ള ബിസിനസ്സേ ഉള്ളൂ. അത് കഴിയുമ്പോൾ രാവിലെ ആയിട്ട് ഇവിടെ ക്ലീൻ ആക്കി ഇവിടുന്ന് പോകും. ഇവിടെ ഇങ്ങനെ ഒരു ആട് കിടന്നിട്ട് പൂട ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കണക്ക് അതേ കണക്കത്തെ അവസ്ഥയാണ്. ഒരു സാധനം അവിടെ എങ്ങും ഉണ്ടാവില്ല. വൃത്തി ചെയ്യാൻ ക്ലീൻ ആക്കിയിട്ട് വരും. നല്ല കച്ചവടം കേട്ടോ. ഒത്തിരി ആൾക്കാർ നിൽപ്പുണ്ട്. ഫാമിലി ആയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാത്ത കേട്ടോ. അതുകൊണ്ടല്ലോ ബർഗർ അവരിങ്ങനെ റൗണ്ട് ആക്കി എടുക്കുന്നുണ്ടോ. അതിങ്ങനെ ഒരു അരിപ്പ് പോലെ ഒരു സാധനം അത് ഒരു കമ്പിയിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അത് വെച്ച പുള്ളിക്കാരൻ പ്രസ് ചെയ്ത് അത് ബർഗർ ആക്കി എടുക്കുന്നത്. നല്ല ബലം പിടിച്ച് പ്രസ് ചെയ്യാം. അപ്പോഴേ അത് ബർഗർ പ്രസ്സായി എന്നാലേ വെന്തു വരുള്ളൂ. കട്ടി കുറയുമ്പം ആദ്യം അവർ വെച്ചത് ഒരു കവറിൽ ഇങ്ങനെ ചതുരാകൃതിയിലുള്ള ഒരു മാംസ കഷ്ണമാണ് കേട്ടോ. മാംസം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ അരച്ച് മിൻസ്ഡ് ആക്കി കൊണ്ടുവന്നതാണ്. അതിങ്ങനെ പ്രസ് ചെയ്ത് കണ്ടില്ല, നല്ല പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അത് ചൂടായി വേഗത്തുള്ളൂ. ആൾക്കാരിങ്ങനെ നോക്കിയിരിക്കുകയാണ് അത് ഉണ്ടാക്കുന്ന സീൻ കണ്ടിട്ട്. നമ്മൾ ബർഗർ കഴിച്ചിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ബർഗർ റെഡിമെയ്ഡ് വരികയാണല്ലോ, അത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാന്ന് എല്ലാ സ്ഥലത്തും. ഇവിടെ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ബർഗർ മേടിക്കാത്തത് കേട്ടോ. ഈ ബർഗർ മേടിക്കാത്തത്, ബീഫ് ബർഗർ വാങ്ങാത്തത്. ചിക്കൻ ബർഗർ ആകുമ്പം നോക്കാം ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക്. ചിക്കൻ ബർഗർ എന്തായാലും ഞാൻ ഓർഡർ ചെയ്തു. അത് പിന്നെ ഇങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ സഹിച്ചേ പറ്റുള്ളൂ, ആണെങ്കിൽ കഴിച്ചേ പറ്റുള്ളൂ. നല്ല കച്ചവടമാണ്, നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പൊ ലേഡിക്ക് ഇങ്ങനെ ഒരു റെസ്റ്റും ഇല്ല. അവര് അറൌണ്ട് 5 പേരോളം ഈ ചെറിയൊരു ഷോപ്പിനകത്ത് ജോലി ചെയ്യണം. വാഷ് ചെയ്യുന്നുണ്ട് ഒരാള്, തൊട്ട് ബാക്കിൽ പാക്കിങ് അത് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരാള് ബർഗർ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ബന്നിനകത്ത് വെച്ചിട്ട്. വേറൊരാള് എന്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ടല്ലോ, ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട് ആ ലേഡി അത് ഇങ്ങനെ പാക്ക് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കുന്നു. അവരാണ് അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ. ഓർഡർ കൊടുത്താൽ ഏതാണ്ട് ഒരു 45 minutes എടുക്കും നമുക്ക് കിട്ടാൻ. എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട്. അത് കാരണം കണ്ടിന്യൂസ്ലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആവശ്യം ബട്ടറൊക്കെ ആവശ്യം പോലെ ഇടുകയാണ്. എന്ന് പറഞ്ഞാൽ ബട്ടറിന് ഇവിടെ വില കുറവാണെന്ന് അറിയില്ല. എല്ലായിടത്തും ബട്ടർ നമ്മൾ ചോദിക്കുന്നതിലധികമാണ് ബട്ടർ ഇവിടെ ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, അതാണ് പാക്കറ്റിൽ കൊണ്ടുവരുന്ന മിൻസ്ഡ് ബീഫ്. അതിങ്ങനെ പരത്തി എടുക്കാനുണ്ട്. അയാളുടെ പണി ഇത് തന്നെയാണ്, നല്ല പ്രസ് ചെയ്തെടുക്കാണ്. ഇംഗ്ലീഷ് കസ്റ്റമറും ഒക്കെ ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് കസ്റ്റമറും അറബ്സും ലോക്കൽ ഇല്ല, ലോക്കൽ തായ്ലൻഡീസ് ഇല്ല. റീസണബിൾ പ്രൈസുമാണ് കേട്ടോ. നിങ്ങൾ അവിടെ ഒരു റെസ്റ്റോറന്റ് കയറി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൈസയാവും. ഒരു ബർഗർ ഇവിടെ 60 ബാത്ത് കണ്ടേ ഉള്ളൂ. റെസ്റ്റോറന്റിലൊക്കെ ആണെങ്കിൽ 130, 140 ബാത്തൊക്കെ. പിന്നെ ഈ ബർഗറിന്റെ കൂട്ടത്തില് ചിപ്സ്, ആവശ്യം പോലെ ടൊമാറ്റോ സോസ്, അങ്ങനെ കെച്ചപ്പ്, അത് ഇതെല്ലാം തരും അവര്. ഒരു ഫുൾ പാക്ക് ആയിട്ടാണ് തരുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ ചിലപ്പോൾ നമ്മുടെ ചിക്കൻ ആയിരിക്കും അവരിടാൻ പോകുന്നത്. ചിക്കൻ ആണെങ്കിൽ ഇനിയും അതിനൊരു 20 minutes എടുക്കും അത് റെഡിയായി വരാൻ. പുള്ളിയെല്ലാം ഓരോന്നോരോന്ന് ഇങ്ങനെ കഴിഞ്ഞ് മാറ്റുന്നുണ്ട്. ഇനി അതിലും ഇനി ബാലൻസ് ഉള്ളതിലൊക്കെ ബട്ടർ ഇട്ട് ഇതാക്കിയിട്ട് മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ ബട്ടർ ഇട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ബട്ടറിലാണ് അവിടെയൊക്കെ ക്ലീൻ ചെയ്യണത്. നോക്കി നമ്മുടെ ബർഗറിനെ ഇതായി. ഇത് ചിക്കൻ ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട്, അത് ഫ്രഷ് ചിക്കൻ ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ സ്ലൈസ് ആക്കി കൊണ്ടുവരുന്നത്. അത് അതിന് ഫ്രോസൺ ആണെന്ന് അറിയില്ല. ഇപ്പൊ ഈ കാണുമ്പോ ഫ്രഷ് പോലെ തോന്നുന്നു. അതിങ്ങനെ അത് എവിടെ എടുത്തിട്ടാ ഇതിങ്ങനെ വേവിച്ചിട്ട് പിന്നെ അത് ഫ്രൈ ആക്കി തരികയാണ്. ബർഗർ എന്ന് പറയുമ്പോ റൗണ്ട് അല്ല, ഇങ്ങനെ സ്ലൈസ് ആണ് കേട്ടോ. എന്തായാലും കഴിച്ചു നോക്കാം. ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ നമുക്കറിയാലോ. ആൾക്കാരെ ആവശ്യം പോലെ ഉണ്ട്, അത് കാരണമാണ് ഞങ്ങളും ഓർഡർ ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറബിക് ഫുഡാണ് ഞങ്ങൾ കഴിച്ചത്. എന്ന് പറഞ്ഞാൽ തായ്ലൻഡ് ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ, അത് ഹലാലല്ല കൂടുതലും. ഹലാൽ ഫുഡിന് വേണ്ടിയിട്ടാണ് ഞങ്ങള് ഇന്നലെയും മെനങ്ങാന്നും ഒക്കെ കഴിച്ചത് അറബ് ഫുഡാണ്. ഇവിടെ മെനി റെസ്റ്റോറൻറ്റ്സ്, പിന്നെ ഇങ്ങനെ ഈജിപ്ഷ്യൻസ് റെസ്റ്റോറന്റ്, പിന്നെ സിറിയൻ റെസ്റ്റോറന്റ്, അങ്ങനെയൊക്കെ കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പം അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. തായ്ലൻഡിലൊക്കെ യാത്ര പോയി കഴിഞ്ഞാൽ ഫുഡ് വളരെ പ്രശ്നമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അവിടെ ഫുഡ് കിട്ടും, പക്ഷെ ഹലാൽ ഫുഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുസ്ലിംസ് ഉണ്ടെങ്കിലും അവരുടെ ഫുഡ് നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനകത്ത് ഒരു സോസ് ജാസ്തിയായിട്ട് ഉപയോഗിക്കും. പിന്നെ അതുപോലെ ചില്ലി ഭയങ്കര കൂടുതലാണ്. ഒരു ചില്ലി കഴിക്കുന്നത് ഭയങ്കര ഓവറായിട്ടാ. ചില്ലി പൗഡർ ഇങ്ങനെ പാത്രത്തിൽ തട്ടി വെച്ചിട്ട് ഇവര് ഈവൻ ബർഗർ കഴിച്ചാൽ ആ ബർഗർ ഇങ്ങനെ ചില്ലി പൗഡറിൽ മുക്കിയിട്ടാ കഴിക്കുക. അത്രയ്ക്ക് ചില്ലി കഴിക്കുന്നവര്. അതുപോലെ സോസും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇവരെ ഫുഡിലെല്ലാം സോസ് ആവശ്യം പോലെ ഉണ്ട്. സോസ് ഇല്ലാത്ത ഒരു ഫുഡും ഇല്ല. ലോക്കൽ ഫുഡ് അങ്ങനെയാണ്. ചിക്കൻ ഏതാണ്ട് റെഡിയായി. അതിനെ ഇയാൾ പ്രസ് ചെയ്ത്
റൗണ്ട് തന്നെ ആക്കി കേട്ടോ. നമ്മളെ ബർഗർ റെഡിയായി. 45 മിനിറ്റ്സോളം ആയി സമയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായി നാളെ നമുക്ക് കാണാം. അതുവരേക്കും ബൈ, സി യു.